ഹലോ നമസ്കാരം. ഐ ആം മുസ്തഫ ഫ്രം ഫിറ്റാക്ട് ഐ ടി ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ ഡിജിറ്റൽ ലൈഫ് സ്റ്റൈൽ മാസ്റ്ററി എന്ന കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ, അതായത് ഈ കാലഘട്ടത്തിൽ ടെക്നോളജി യൂസ് ചെയ്യാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് ഉദാഹരണമാണ് നമ്മൾ എപ്പോഴും മൊബൈൽ കൊണ്ട് നടക്കുക എന്നുള്ളത്. മൊബൈലും ഇൻ്റർനെറ്റും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അതിലുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സാണ് നമ്മൾ പറയുന്നത്. അതാണ് ഡിജിറ്റൽ ലൈഫ് സ്റ്റൈൽ മാസ്റ്ററി എന്നുള്ളത്. നിങ്ങൾ കുറേ ചാപ്റ്ററുകൾ കണ്ടിട്ടുണ്ടാകും. ഇതേപോലെ തന്നെ തുടർന്ന് ഒരുപാട് ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ മൊബൈൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ലോക്ക് ചെയ്തിട്ടാണ് കൊണ്ട് നടക്കുക. അതായത് നമ്മൾ മൊബൈൽ മറ്റൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ കഴിയില്ല. അതിന് നമ്മൾ ലോക്ക് യൂസ് ചെയ്യും, പാറ്റേൺ ലോക്ക് യൂസ് ചെയ്യും, അതുപോലെ നമ്പർ ഇട്ടുകൊണ്ട് ലോക്ക് സെറ്റ് ചെയ്യും, അതുപോലെ തമ്പ് വെച്ചിട്ട് ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യും. ഇങ്ങനെ പല രീതിയിലുള്ള ലോക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ പിന്നീട് പറയും. ഇങ്ങനെ ലോക്കായിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ മറ്റൊരാൾക്ക് കിട്ടിയാൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് വല്ല ആക്സിഡൻറ്റോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസിൽ നമുക്ക് നേരിട്ട് ആക്റ്റീവ് ആകാൻ പറ്റാത്തൊരവസരത്തിൽ നമ്മളെ സുഹൃത്തുക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളിലേക്ക് നമ്മളെ ഫോൺ കിട്ടിയ ഒരാൾക്ക് ഒരു കോൾ ചെയ്ത് വിവരം അറിയിക്കണമെങ്കിൽ അതിന് നമുക്കിതിൽ എമർജൻസി കോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എമർജൻസി കോൾ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, നമ്മളെ ഫോൺ ലോക്കാണെങ്കിൽ ആ ഫോൺ ലോക്ക് അയക്കാതെ തന്നെ നമ്മളെ പേഴ്സണലായിട്ടുള്ള 1, 2, 3 നമ്പറിലേക്ക് ഒരാൾക്ക് കോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റിയാണ് എമർജൻസി കോൾ എന്നുള്ളത്. അത് നമ്മൾ സാംസങ് ഫോണിലാണ് ഇപ്പോൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഫോണുകളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഫോൺ ഇപ്പോൾ മോട്ടറോളയോ അല്ലെങ്കിൽ ഓപ്പോ, വിവോ പോലത്തെ ഫോണുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇത് കണ്ടതിന് ശേഷം യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, എങ്ങനെയാണ് എമർജൻസി കോളിൻ്റെ അത് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് എവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്ത് നോക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് എമർജൻസി കോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം. നമ്മുടെ സ്ക്രീനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലോക്കായിരിക്കും. അപ്പോൾ സിസ്റ്റം ലോക്കാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ ബട്ടൺ യൂസ് ചെയ്യും. പവർ ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വിൻഡോ വരും. ഇതിൽ നമ്മൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടി സ്വൈപ്പ് ചെയ്യണം. അതേപോലെ സ്വൈപ്പ് ചെയ്യുന്നു നമ്മളിത് സ്വൈപ്പ് ചെയ്യുന്നു. സ്വൈപ്പ് ചെയ്യുമ്പോൾ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ അൺലോക്ക് ചെയ്യും. അൺലോക്ക് ചെയ്യുമ്പോൾ ഇവിടെ അൺലോക്കിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് താഴെ എമർജൻസി കോൾ ഉണ്ട്. എമർജൻസി കോള് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. എമർജൻസി കോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വിൻഡോ വരും. അതായത് പാറ്റേൺ ലോക്ക് അൺലോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലെ അതിൻ്റെ താഴെയായിട്ട് എമർജൻസി കോൾ ഉണ്ടാവും. ആ എമർജൻസി നമ്പേഴ്സ് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 നമ്പർ എമർജൻസി കോളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോളുകളിലേക്ക്, അല്ലെങ്കിൽ ഈ നമ്പറുകളിലേക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഏത് നമ്പറിലേക്കാണോ കോൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അവിടെ കാണിക്കും മേക്ക് ആൻ എമർജൻസി കോൾ. അപ്പോൾ ഓക്കെ അടിച്ചാൽ മതി. അപ്പോൾ അത് കോള് പോകും. നമുക്ക് നോക്കാം, അവിടെ കോൾ പോകുന്നുണ്ട്. ജസ്റ്റ് കട്ട് ചെയ്യാണ്. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമുക്ക് ഏതെങ്കിലും നമ്പറിലേക്ക് കോൾ ചെയ്യണം. ഇവിടെ സെറ്റ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്യുക. ഇനി എങ്ങനെയാണ് എമർജൻസി നമ്പർ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എമർജൻസി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് യുവർ എമർജൻസി കോണ്ടാക്ട്സ് യു നീഡ് ടു അൺലോക്ക് ദ ഫോൺ എന്ന് പറയും. അതായത് നമ്മൾ എമർജൻസി കോണ്ടാക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അൺലോക്ക് ചെയ്യണം. ആദ്യം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പാറ്റേൺ ലോക്ക് ആണെങ്കിൽ ആ ലോക്ക് അൺലോക്ക് ചെയ്യുന്നു. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വരും. ഇവിടെ ലിസ്റ്റ് കാണാം. നമുക്ക് ഈ ലിസ്റ്റിൽ ആഡ് എമർജൻസി കോണ്ടാക്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ ബുക്ക് ഇവിടെ ഓപ്പൺ ആക്കി വരും. ഇതിൽ നിന്ന് ഏത് നമ്പറാണോ എമർജൻസി ആയിട്ട് ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇനി വേറെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 1 സെലക്ട് ചെയ്തു, ഇത് താഴേക്ക് വലിക്കുന്നു. മറ്റേതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ
ആ നമ്പർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത നമ്പർ ബാക്ക് അടിക്കുന്നു. ലോക്ക് ചെയ്ത ഫോണ് അൺലോക്ക് ചെയ്യാതെ ഇപ്പോൾ ലോക്കായി കിടക്കുകയാണ്. നമ്മൾ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടി സ്വൈപ്പ് ചെയ്യാൻ വന്നു. ജസ്റ്റ് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പാറ്റേൺ ലോക്ക് വരും. പാറ്റേൺ ലോക്ക് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കോൾ ചെയ്യാൻ പറ്റും. നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ പാറ്റേൺ ലോക്ക് അൺലോക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളെ ലോക്ക് അൺലോക്ക് ചെയ്യാതെ തന്നെ താഴെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി കോൾ ഉണ്ട്. ആ എമർജൻസി കോൾ സെലക്ട് ചെയ്യുക. എമർജൻസി കോൾ സെലക്ട് ചെയ്താൽ ഇതേ രീതിയിൽ എമർജൻസി കോൾ സെറ്റ് ചെയ്ത നമ്പർ ഏതോ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എവിടേക്കാണ് നമ്മൾ എമർജൻസി കോൾ ചെയ്യേണ്ടത് എങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം മേക്ക് ആൻ എമർജൻസി കോളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് കോൾ പോകും. ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ നമ്പേഴ്സ്, ഒരു 2, 3, 4 ആളുകളുടെ നമ്പേഴ്സ് എമർജൻസി ലിസ്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത് വെക്കണം. കാരണം നമ്മൾ യാത്രയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പെട്ടുപോവുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നമ്പേഴ്സ് ഇതേപോലെ സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അത് എമർജൻസി കോൺടാക്റ്റിലാണ്. അതിനായിട്ട് നമ്മൾ ഇവിടെ വരിക, ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം അൺലോക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഫോണ് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് നമ്മൾ എമർജൻസി കോൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലിസ്റ്റ് കാണാം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ ഇവിടെ കാണാം ആഡ് എമർജൻസി കോൺടാക്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡൺ. അപ്പോൾ അത് ഇതിലേക്ക് ലിസ്റ്റിലേക്ക് ആഡ് ആകും. ഇനി ഒഴിവാക്കണമെങ്കിൽ ഏതാണോ ഒഴിവാക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ വേറെ ഒന്നുകൂടി സെലക്ട് ചെയ്തു. ഇവിടെ 3 4 എണ്ണം സെലക്ട് ചെയ്തു. അതിനുശേഷം റിമൂവ് അടിക്കുകയാണെങ്കിൽ എമർജൻസി കോൺടാക്റ്റിൽ നിന്നും ആ നമ്പറുകൾ റിമൂവ് ആകും. അപ്പോൾ എമർജൻസി കോള് സെറ്റ് ചെയ്യുന്നത് പഠിച്ചു, എമർജൻസി കോൾ ചെയ്യുന്നത് പഠിച്ചു, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, എമർജൻസി കോള്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എമർജൻസി കോള് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതായത് നമ്മൾ ഫോണ് ലോക്കായിരിക്കുന്ന സമയത്ത് ലോക്ക് അയക്കാതെ തന്നെ ഫോൺ ചെയ്യാനുള്ള 1 2 നമ്പറുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും സുഖമില്ലാതാവുക, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കേസ് വരികയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ആളുകൾക്ക് നമ്മളെ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അടുത്ത 1 2 3 നമ്പറുകൾ എമർജൻസി ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.